പുതിയ ബസ്സുകൾ KSRTC 134, സ്വിഫ്റ്റ് 528 നിരത്തിലിറക്കിക്കൊണ്ട് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന ബസ്സുകളെ കണ്ടം ചെയ്ത് പുതിയ വാങ്ങുന്നതിൻ്റെ ഭാഗമായി ആധുനിക DSL BS6 ബസ്സുകൾ വാങ്ങുന്നതിനുള്ള വിഹിതം 127 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുവാനും പ്രതിമാസ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിനും KSRTC ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. KSRTCയുടെ കീഴിലുള്ള നിലവിലെ വാഹനങ്ങളെല്ലാം കൂടുതൽ പ്രവർത്തനക്ഷമമാക്കേണ്ടതുണ്ട്. ഈ നേട്ടം കൈവരിക്കുന്നതിന് വർക്ക്ഷോപ്പ്, ഡിപ്പോകൾ എന്നിവയുടെ ആധുനികവൽക്കരണം എന്ന പദ്ധതിക്ക് 45.72 കോടി രൂപ വകയിരുത്തുന്നു. KSRTC ഗവേണൻസ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ പരിഷ്കരണങ്ങൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. KSRTC ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിക്കുന്നു എന്നുള്ളത് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല മെച്ചപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സാർ, വിവിധ ബസ് സ്റ്റാൻഡുകൾ മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, ചങ്ങനാശ്ശേരി, കൊട്ടാരക്കര, കായംകുളം, ചെങ്ങന്നൂർ, ആറ്റിങ്ങൽ എന്നിവയുടെ പ്രീഫാബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സാർ, മോട്ടോർ വാഹന വകുപ്പിൻ്റെ റോഡ് ഗതാഗത സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്ന പദ്ധതിക്കായി 18.62 കോടി വെക്കുന്നു. ഉൾനാടൻ ജലഗതാഗതം ഒരു മൾട്ടി മോഡൽ ഗതാഗത ശൃംഖല വികസിപ്പിക്കുക എന്നത് സംസ്ഥാനത്തിൻ്റെ പ്രധാന കാഴ്ചപ്പാടാണ്. നമ്മുടെ ജലചാലികളുടെയും നാവിഗേഷൻ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുന്നതിനും കേരളം മുൻഗണന നൽകിയിട്ടുണ്ട്. കൂടുതൽ യാത്രക്കാരെയും ചരക്ക് ഗതാഗതവും ആകർഷിക്കുന്നതിനായി വെസ്റ്റ് കോസ്റ്റ് കനാൽ പൂർത്തീകരണത്തിന് പ്രാധാന്യം നൽകുന്നു. 138 കോടി രൂപ ഇതിനായിട്ട് മാറ്റിവെക്കുന്നു. ജലഗതാഗത വ്യവസ്ഥനായി 33.11 കോടി രൂപയും ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് കോർപ്പറേഷന് വേണ്ടി 9.76 കോടി രൂപയും കോസ്റ്റൽ ഷിപ്പിങ്ങിന് 95.27 കോടി രൂപയും മാറ്റിവെക്കുന്നു. ജലഗതാഗതത്തിൻ്റെ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഇന്ധനക്ഷമതയുള്ള പുതിയ വെസലുകൾ വാങ്ങുന്നതിനും 28.11 കോടി രൂപ മാറ്റിവെക്കുന്നു.